നിത്യദുഃഖത്തിൻ കരങ്ങളിൽ പൂവിടും നീർമലരായെങ്കിൽ ഞാനൊരു നീർമലരായെങ്കിൽ നിത്യദുഃഖത്തിൻ കരങ്ങളിൽ പൂവിടും നീർമലരായെങ്കിൽ ഞാനൊരു നീർമലരായെങ്കിൽ കൊഞ്ചുന്ന പൈതലിൻ ചെഞ്ചുണ്ടിലൂറുന്ന ചിഞ്ചിതമായെങ്കിൽ ഞാനൊരു ചിഞ്ചിതമായെങ്കിൽ സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൻ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ പൊള്ളുന്ന വേനലിൽ നീറും മനസ്സിലെ തേന്മാരിയായെങ്കിൽ ഞാനൊരു തേന്മാരിയായെങ്കിൽ പൊള്ളുന്ന വേനലിൽ നീറും മനസ്സിലെ തേന്മാരിയായെങ്കിൽ ഞാനൊരു തേന്മാരിയായെങ്കിൽ നിന്നിന്റെ കലയായി പിറന്ന ഞാൻ നാളത്തെ പൗർണമിയായെങ്കിൽ ഞാനൊരു പൗർണമിയായെങ്കിൽ സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൻ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ പാഴിരുൾ മൂടിയ മാനസ സാനുവിൽ പാൽക്കതിരായി പടർന്നുവെങ്കിൽ സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൻ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ നൈസ് നൈസ് മോളെ, നൈസ് നൈസ്. ഗുഡ് ഗുഡ്. ഗൗതം കുട്ടി യെസ് നന്നായിരുന്നു കേട്ടോ, താങ്ക് യു സർ. രസമുണ്ടായിരുന്നു. പല പോർഷൻസും ഞാൻ കേട്ടപ്പോൾ മോടെ ശബ്ദം ഇങ്ങനെ വളരെയധികം ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ഒരു യൂണിക് വോയിസ് ആണ്. താങ്ക് യു സർ. കാരണം നമ്മുടെ സുശീലാമ്മയ്ക്കാണ് ഈ നല്ലൊരു ശബ്ദവും കൂടെ ഒരു നേസൽ ടോണോടുണ്ട്. ആ. ചില ആൾക്കാർക്ക് ഈ നേസൽ ടോൺ വന്നു കഴിഞ്ഞാൽ അതൊരു കേൾക്കാൻ ഒരു അരോചകമായി. ചില വ്യക്തികൾക്ക് വോയിസും ആ നേസൽ ടോണും കൂടെ വരുമ്പോഴത്തേക്ക് അതിമധുരമാകും. അതാണ് സുശീലാമ്മ. അതിന്റെ ഒരു ടിൻഡ് അതെ മോക്ക്. അതെ അതെ. താങ്ക് യു സർ. മോക്കിപ്പോ ഇതിനകത്ത് ഫിനാലിൽ വന്ന് പാടുവോ വിജയിക്കുവോ അതൊക്കെ ഞാൻ ആലോചിക്കാറില്ല. അതൊക്കെ നിങ്ങളുടെ വിധി. മോക്കൊരു നല്ല ഭാവിയുണ്ട്. കാരണം നല്ലൊരു sir. പാട്ട്, നല്ല മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ട് മോക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ കിട്ടിയാൽ പറയാൻ പറ്റില്ല. കാരണം ഒരു പ്രത്യേക വോയിസിന്റെ ഉടമയായതുകൊണ്ട് Thank you. ചിലപ്പോൾ കാരണം ഈ കയറി ടോൺ ഇപ്പൊ കളിക്കാം. അധികം പേർക്ക് ഇല്ല. ഇല്ല. അതെ ഇല്ല. അതെ correct. താങ്ക് യു. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ജാനകിയമ്മയെ പോലെ പാടുന്ന ഒരുപാട് പേരുണ്ട്, ചിത്രയെ പോലെ പാടുന്നവരുണ്ട്, സുജാതയെ പോലെ പാടുന്നവരുണ്ട്. പക്ഷെ സുശീലാമ്മയെ പോലെ പാടുന്ന ഒരാളെ പറയോ? ഒറ്റയാൾ ഈ ഭൂമിയിൽ. ഐ ആം ആസ്കിങ് ഇൻ ദിസ് വേൾഡ് നോബഡി ഈസ് ദേർ. അതുകൊണ്ട് ഒരു യുണിക് വോയിസ് ഉണ്ട്. താങ്ക് യു സർ. പിന്നെ ഇതിനകത്ത് മോക്ക് വന്നിരിക്കുന്ന ഈ ലോവർ പോർഷൻസ് ആണ്. നിത്യദുഃഖത്തിൻ, അതുപോലെ പൊള്ളുന്ന തേന്മാരിയായെങ്കിൽ, പിന്നെ ലാസ്റ്റിൽ നിർത്തിയ ആ ലോവർ പോർഷൻ ഉണ്ടല്ലോ, അപ്പൊ വളരെ ലോ ആയിപ്പോയി. എന്തുകൊണ്ട് ശ്രുതി അല്പം കയറ്റി എടുത്തില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലധികം ഹൈ പിച്ച് അത്ര ഇല്ല, പോയില്ലല്ലോ. വരുന്നില്ല. ആ റിയൽ പിച്ച് ആണ് സി ഷാർപ്പ്. അല്ല അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, മോളുടെ കംഫർട്ട് ആയിട്ടുള്ള. ആ ഞാൻ പറയുന്ന ഈ പാട്ട് മോടെ ശബ്ദത്തിന് ഈ പാട്ട് ഇപ്പൊ പാടിയത് 2 ഘട്ട, അതായത് ഡി. ഇതിനൊരു 3 ഘട്ട ഈല് ഒന്ന് പാടി നോക്കും. നിത്യദുഃഖത്തിൻ കയങ്ങളിൽ പൂവിടും നീർമലരായെങ്കിൽ ഞാൻ
ക്ലീൻ ആയിട്ട് കിട്ടി. അതെ. ഡിന്ന് ഇയിലായതാണ്. ഉം. അപ്പം 2.5 കട്ടയായിരുന്നെങ്കിൽ ഇത് കൃത്യമായിട്ട് Perfect പാടാൻ ആയേനെ. സാധിച്ചേനെ. മോള് ഇത് വൃത്തിയായിട്ട് പാടി. പക്ഷെ എനിക്ക് തോന്നിയത് മോക്ക് കറക്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഡി ഷാർപ്പാണ് അല്ലേ? അതായിരുന്നു ഏറ്റവും നല്ലത് മോക്ക് പാടാനും കേൾക്കാനും ഒക്കെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി താങ്ക് യു സർ. കേട്ടോ. നല്ല രസമായിട്ട് പാടി പല ഭാഗങ്ങളും. പിന്നെ ബേസ് പോർഷൻസ് ഇപ്പൊ കിട്ടിയില്ലല്ലോ ഈ ശ്രുതിയിൽ പാടിയിട്ട്. ആ. അപ്പൊ എന്താ അതിൽ നിന്ന് മനസ്സിലായത്? കംഫർട്ടായിട്ട് എങ്ങനെയാണോ പാടാൻ പറ്റുന്നത് ആ ശ്രുതി സെലക്ട് ചെയ്യുക. ഹൈ പിച്ച് പാടി നോക്കുക, ബേസ് പാടി നോക്കുക, 2 സ്ഥലത്തും എത്തുന്നുണ്ടോ നോക്കുക. ഒറിജിനൽ പിച്ച് വേണമെന്നില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കേട്ടോ. പിന്നെ ആ ഹമ്മിങ്സ്, ഇടയ്ക്ക് വരുന്ന ഹമ്മിങ് ഇല്ലേ, കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഹമ്മിങ് അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സർ. ശ്രീകൃഷ്ണങ്ങൾ പറഞ്ഞ പോലെ നല്ല ഉഗ്രം വോയിസ്. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. കുട്ടി ഇനി ഒന്നും പറയാനില്ല. പക്ഷെ കേട്ടപ്പോ നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ ഇനി എന്ത് പ്ലസ് പോയിന്റ് കേൾക്കാനാ? റെയർ യുണീക്ക് വോയിസ് ആയിട്ടുള്ള ഒരാള് ഈ ഭൂമിയിലില്ല. അതിൽ പെടുന്ന പിന്നെ അങ്ങനെ രണ്ടാമതൊരു ശബ്ദം കേൾക്കാൻ പറ്റിയില്ല. എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് മോളൊരു 10, 15, 20 വർഷം മുമ്പ് ജനിക്കേണ്ട ഒരാളെ പോലത്തെ ഒരു ശബ്ദം. കാരണം ഇന്നുള്ള ഒരൊറ്റ പിള്ളേർക്ക് ഈ ഒരു ടോൺ അല്ല. ഇപ്പൊ എത്ര വയസ്സായി? 12. 12. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ, ഒന്നും കൂടെ ബോൾഡായി വരും. ഒരു സുശീലാമ്മയുടെ ഇതിലെ ടോണിലോട്ട് വരും. ഇതൊരു വലിയൊരു സംഭവം കയ്യിലുള്ളത് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഓൾ ദി ബെസ്റ്റ്. ചക്കരെ. താങ്ക് യു മാം. ഗൗതമി പാലക്കാട് അല്ലേ? ഞാൻ കേച്ചേരി. ഓ യൂസഫ് അലി കേച്ചേരി. യൂസഫ് അലി കേച്ചേരിയാണ് ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ഈ സിനിമയിൽ വന്ന സമയത്ത് നമ്മുടെ ഈ പേര് മാറ്റുന്നൊരു, എല്ലാവരും പറയും പേര് മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാന്നൊക്കെ പറയും. പണ്ട് അപ്പോൾ പറഞ്ഞു ശങ്കർ കേച്ചേരി എന്ന് വെച്ചാൽ നന്നായിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓൾറെഡി അവിടെ ഒരു ലെജൻഡ് ഉണ്ട്, വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് കേച്ചേരി വേണ്ടാന്ന് വെച്ചു. അദ്ദേഹത്തിനെ പോയി കാണാൻ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ കേച്ചേരിയിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. ഇപ്പോൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. നന്നായിട്ട് പാടി കേട്ടോ. ആ പാട്ട് ഈ പറയുന്ന മാതിരി ടഫായിട്ടൊരു ഉള്ളൊരു പാട്ടാണ്. പിന്നെ വോയിസ് നല്ലൊരു വോയിസ് ആണ്. ട്രൈ ടു മെയിൻറ്റെയിൻ ദാറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മോളു ഈ പാട്ട് കേൾക്കുമ്പോഴേ നല്ല ഉറക്കം വന്ന് സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ സ്വാദ് എന്ന് പറയില്ലേ, അതുമാതിരി മ്യൂസിക്സിന്റെ അത് ഇഷ്ടപ്പെടുന്നവർക്കാണ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അവര് തന്നെ പറഞ്ഞല്ലോ, അത് കേൾക്കുമ്പോ നല്ല സുഖം ഉണ്ടായിരുന്നു. സൂപ്പർ സൂപ്പർ. ആരെങ്കിലും നമ്മൾ അങ്ങനെ മടിയിൽ കിടത്തിട്ട് പാട്ടൊന്നും പാടി കൊടുത്താൽ അങ്ങനെ ആരെങ്കിലും അല്ല, ആരോ മടി കടന്നിട്ടുണ്ട് ഇപ്പൊ. ഞാൻ 3 പ്രാവശ്യം ചോദിച്ചാൽ അത് ആരാന്ന് പറയും. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ഈ നമ്മളുടെ കുറെ ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലേ, അങ്ങനെ ചില പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടും. എല്ലാ പാട്ടും നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ അതിന്റെ ഒരു ഇതാണ് അവര് പറഞ്ഞില്ലേ, വിദ്വാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ ഈ വോയിസ് ഭയങ്കര വിദ്വാൻ നമ്മളുടെ MG സാർ. എല്ലാരും കഴിച്ചുണ്ട്. അപ്പൊ അത് ഓൾ ദി ബെസ്റ്റ് മോളെ. എനിക്ക് നിങ്ങൾക്കെല്ലാം എത്ര കഴിവുണ്ടല്ലോ, നമുക്കെല്ലാം നിങ്ങളുടെ മുമ്പിലൊക്കെ ഞങ്ങളൊന്നും. അയ്യോ, ഇവരുടെ കഴിവ് നമുക്കില്ല. എന്നിട്ട് ഇത്രയും വലിയ കഴിവുള്ള ആൾക്കാര് നമ്മളെ പറയുന്നു. വെരി നൈസ്, വെരി നൈസ്. ഓൾ ദി ബെസ്റ്റ്. Thank you. So today we are giving you 97.75 out of 100. Thank you sir. Thank you. ആദ്യ ഒരു ബോംബെ രവി പുക്കുട്ടി. Thank you sir. അപ്പൊ ഗൗതമിക്കുട്ട, ഇനി അങ്ങോട്ട് നമ്മുടെ വെയിറ്റിംഗിന്റെ സമയമാണ്. ഫിനാലയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാവരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ.